Benjamin Netanyahu's just made his way to the podium, and we're going to listen into what he's got to say. Please, order in the hall. Please, order in the hall. ആരും കൂവരുത്, എല്ലാവർക്കും കൂവാനുള്ള സമയം വരുന്നുണ്ട്, അതുവരെയും കാത്തിരിക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഭാഷണത്തിന് എഴുന്നേറ്റ് നിന്ന സമയത്ത് 100-ലേറെ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ആ സഭ വിട്ടുപോയത്. പോകുന്ന കൂട്ടത്തിൽ ആരോ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൂവി വിളിക്കുന്നതും നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇത്രമേൽ വെറുക്കപ്പെട്ട ആളായിത്തീരുന്നത്? അയാൾ അധികാരത്തിൽ തുടരാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിംസകളുടെ പേരിൽ മാത്രമല്ല, മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാതിരിക്കുന്ന, മനുഷ്യർക്ക് മേൽ അനാവശ്യമായ യുദ്ധങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന, ആളുകളെ ആക്രമിക്കുന്ന, അവരെ കൊല്ലുന്ന, ആ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഏതൊരു രക്തദാഹിയോടുമുള്ള ലോകത്തിന്റെ പ്രതിഷേധമാണ് ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ കണ്ടിട്ടുള്ളത്. ലോകം കണ്ട ഏറ്റവും നീചനായ ഭരണാധികാരി ഈ സമകാലത്ത് ആരാണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ബെഞ്ചമിൻ നെതന്യാഹുവാണ്. കൊടിയ ക്രൂരത ചെയ്തിട്ടും അയാൾക്ക് മതിയാകുന്നില്ല. കുഞ്ഞുങ്ങളെ കൊന്നു തീർത്തിട്ടും അയാൾ പിന്നെയും പിന്നെയും ബോംബുകൾ കൊണ്ട് ആ ജനതയ്ക്ക് മേൽ തീരാ ദുരിതം വിതയ്ക്കുകയാണ്. സ്ത്രീകളെ കൊല്ലുകയാണ്, വൃദ്ധരെ കൊല്ലുകയാണ്, ഒരു നാടൊന്നാകെ നശിപ്പിക്കുകയാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് അയാൾ പ്രവർത്തിക്കുകയാണ്. അയാളെപ്പോലുള്ള എല്ലാ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളോടുമുള്ള ലോകത്തിന്റെ പ്രതിഷേധമാണ് ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ രേഖപ്പെടുത്തപ്പെട്ടത്. അതുകൊണ്ട് ഗസയിലുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കുമെന്നൊന്നും നമ്മൾ ആരും കരുതുന്നില്ല. സംഘികളും സയനിസ്റ്റുകളെ പിന്തുണയ്ക്കുന്ന ആളുകളും ഒക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഈ ദൃശ്യങ്ങളുടെ താഴെയുള്ള കമന്റുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള സംഘികൾ ചോദിക്കുന്നത്, ഇങ്ങനെ കൂവി വിളിച്ചത് കൊണ്ട്, ഇവർ എഴുന്നേറ്റ് പോയത് കൊണ്ട് അവിടെ യുദ്ധം അവസാനിക്കുമായിരിക്കും അല്ലേ എന്ന് പരിഹസിക്കുകയാണ്. അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മനസ്സ് മാറുമായിരിക്കും, ഫലസ്തീനെ അയാൾ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കുമായിരിക്കും എന്നൊക്കെയുള്ള പരിഹാസ വാക്കുകൾ, വചനങ്ങൾ എഴുതി വിട്ടത് കണ്ടു. ഇവരെ എന്നും നമുക്ക് ശരിപ്പെടുത്താൻ കഴിയില്ല. കാരണം അവരുടെ മനസ്സിൽ മനുഷ്യരില്ല. അവരുടെ മനസ്സിൽ ഒരു തരത്തിലുമുള്ള അനുകമ്പയോ സ്നേഹമോ ആർദ്രതയോ ഇല്ല. സ്വന്തം വീട്ടിൽ അപകടം സംഭവിക്കുന്നത് വരെയും അതിൽ ആനന്ദിക്കുന്ന മനോനിലയാണ് അവരിൽ എല്ലാവർക്കും ഉള്ളത്. സ്വന്തം വീട്ടിൽ തന്നെയും ആരെങ്കിലും കൊല്ലപ്പെടുകയോ കുഞ്ഞുങ്ങൾ മരിക്കുകയോ ചെയ്താൽ ഇവർ ആർത്തു ചിരിക്കില്ലെന്ന്, സന്തോഷം പ്രകടിപ്പിക്കില്ലെന്ന് ആര് കണ്ടു? കാരണം ഇത് അതിഭീകരമായ മാനസിക പ്രശ്നവും കൂടിയാണ് ഇവരിൽ നിന്നൊക്കെ പ്രകടമായി കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ പേടിക്കേണ്ടതുണ്ട്, ഇവരുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിലാണല്ലോ ജീവിക്കുന്നത് എന്ന് കരുതിയിട്ട്. അത്ര ഭീകരമായ അർത്ഥത്തിലാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരമേധത്തെ, കുഞ്ഞുങ്ങൾക്കെതിരായ ആക്രമണങ്ങളെ ഇക്കൂട്ടർ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സൈനിസവും സംഘിസവും രണ്ടല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതൊന്നായി തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രകാശ് രാജ് എന്ന ചലച്ചിത്രകാരൻ ഒരു വേദിയിൽ പറഞ്ഞത്, ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ അവസാനിക്കാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ സംഘികൾ എന്നാണ്. എന്നിട്ട് അതേ മാതൃകയിൽ ഇവിടെയും വംശഹത്യ നടത്തണം എന്ന് സംഘികൾ ആഗ്രഹിക്കുന്നു എന്നാണ് പ്രകാശ് രാജ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ വംശഹത്യയുടെ ചരിത്രത്തിലുടനീളം നമ്മൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ 2002 ഗുജറാത്തിൽ അതിഭീകരമായ വംശഹത്യ നടന്നിട്ടുണ്ട്. പലപ്പോഴായി ഇത്തരം ശ്രമങ്ങൾ അതിനുശേഷവും മുമ്പുമൊക്കെയായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇനിയൊരു വംശഹത്യ ഇവിടെ സംഭവിക്കില്ല എന്നൊന്നും ആർക്കും തീർപ്പ് പറയാൻ കഴിയില്ല. കാരണം അടിസ്ഥാനപരമായി സംഘികൾ മാതൃകയാക്കുന്നത് സൈനിസത്തെ തന്നെയാണ്. എന്തിനാണ് CAA കൊണ്ടുവന്നത് എന്ന വിശകലനങ്ങൾക്കിടയിൽ കേട്ടിട്ടുള്ള ഒരു കാര്യം, വാർത്താ വിശകലനങ്ങളിൽ അത് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ നടപ്പാക്കിയ സമാനമായ പദ്ധതി തന്നെയാണ് ഇന്ത്യയിൽ സംഘികളും നടപ്പാക്കിയിട്ടുള്ളത് എന്നാണ്. ഇസ്രായേൽ എങ്ങനെയാണോ അവിടെ നിന്ന് ഫലസ്തീനികളെ, അറബ് വംശജരെ ആട്ടിയോടിക്കാൻ ശ്രമിച്ചത്, അതേ രീതിയിലുള്ള ശ്രമങ്ങൾ ഇന്ത്യയിലും സംഘപരിവാർ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് ആ നാളുകളിൽ വിശകലനങ്ങൾ കണ്ടിരുന്നു. അതുകൊണ്ട് എന്തും സംഭവിച്ചേക്കാമെന്നൊരു സ്ഥിതിവിശേഷം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ആ ഭീതി നമ്മെ പിടികൂടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഫാഷിസത്തിന്റെ അടിസ്ഥാന ആയുധം എന്ന് പറയുന്നത് ഭയമാണ്, ഭയപ്പെടുത്തലാണ്. പേടിക്കാതിരിക്കുക എന്നതാണ് പ്രധാനം.
ഫാഷിസം കൊമ്പുകുലുക്കി വരുമ്പോഴും നിവർന്നു നിൽക്കാൻ പരിശീലിക്കുക എന്നത് മുഖ്യമായ പ്രതിരോധമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫാഷിസത്തെ മറുഫാഷിസം കൊണ്ടല്ല, ഫാഷിസത്തിന്റെ ആയുധമായ ഭയപ്പെടുത്തലിനെ ധീരത കൊണ്ടാണ് നമ്മൾ ചെറുക്കേണ്ടത്. അങ്ങനെ ചെറുക്കാൻ പരിശീലിക്കുകയാണ് ഇക്കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂവൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അയാളുടെ പ്രസംഗത്തിന് ആളുകൾ ഇരിക്കാതിരുന്നത് എന്നതിന്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യരെ കൊല്ലുന്നതിനോട് ആളുകൾക്ക് വിയോജിപ്പുണ്ട് എന്നത് തന്നെയാണ്. യുദ്ധത്തിന്റെ പേരിൽ നടത്തുന്ന ഏകപക്ഷീയമായ ആക്രമണത്തെ ഹമാസിനെ മറയാക്കി ഹമാസിനെ നശിപ്പിക്കാൻ എന്ന പേരിൽ ഗസയെ ഒന്നാകെ ചുട്ടരിക്കുന്നതിനോട് ലോകമാകെ പ്രതിഷേധിക്കുകയാണ്. ലോകത്തിന്റെ തെരുവുകളിൽ ശക്തമായ പ്രക്ഷോഭങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇറ്റലി ഇസ്രയേലിനോട് ഒരു അനുകൂല മനോഭാവം പുലർത്തുന്നുണ്ട്. ആ രാജ്യത്ത് കടുത്ത പ്രതിഷേധമാണ് ഇസ്രയേലിനെതിരെ ഉയരുന്നത്. ഇറ്റലി നിലപാട് മാറ്റണമെന്ന് അവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. ലോകമാകെ തെരുവിലിറങ്ങുകയാണ്. ഒരു യുദ്ധം വിജയിക്കുന്നതോ തോൽക്കുന്നതോ ആരാണ് എന്നതല്ല പ്രധാനം, ആ യുദ്ധത്തിലെ ആത്യന്തികമായ പരാജയം ആര് ഏറ്റുവാങ്ങുന്നു എന്നതാണ്. ഗസയിൽ ഇസ്രയേൽ ആത്യന്തികമായ പരാജയം ഏറ്റുവാങ്ങുകയാണ്. പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രമാണ് പരിഹാരമെന്ന് എല്ലാവരും ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ലോകത്തോട് വിവിധ രാഷ്ട്രങ്ങൾ വിളിച്ചു പറയുകയും സ്വതന്ത്ര ഫലസ്തീന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ, യുദ്ധമെന്ന് അതിനെ വിളിക്കുന്നത് വലിയ അസംബന്ധമാണ്, ഏകപക്ഷീയമായ ആക്രമണമാണ്, ഏകപക്ഷീയമായ നരവേട്ടയാണ്, മനുഷ്യഹത്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധമെന്ന വാക്ക് പിൻവലിക്കുന്നു. യുദ്ധമല്ല, ഏകപക്ഷീയമായ ആക്രമണം. അവിടെയുള്ള കെട്ടിടങ്ങൾ മുഴുവൻ ഇടിച്ചു നിരപ്പാക്കിയാലും, ആ ഭൂമി ഒന്നാകെ നിരപ്പാക്കി കഴിഞ്ഞാലും, തകർത്തു കളഞ്ഞാലും, അവിടെയുള്ള മനുഷ്യരെ ഒന്നടങ്കം കൊന്നുകളഞ്ഞാലും ഇസ്രയേൽ ഇവിടെ തോൽക്കുകയാണ്, പശ്ചിമേഷ്യയിൽ തോൽക്കുകയാണ്. കാരണം ഫലസ്തീൻ അനുകൂലമായ ഒരു മനോനില ലോകമാകെ പടരുകയാണ്. ഇസ്രയേലിന്റെ നരമേധ സംസ്കാരത്തിനെതിരെ ലോകമാകെ പ്രതിഷേധിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പിശാചിനെതിരെ ലോകം എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കുകയാണ്, അയാളെ കൂവി വിളിക്കുകയാണ്. അങ്ങനെ അപമാനിതനായി ഒരു സദസ്സിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന, ഒരു ലോകവേദി അഭിമുഖീകരിക്കേണ്ടി വരുന്ന, ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപമാനിതനായ നേതാവായി ഒരു സഭയെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അളിഞ്ഞ ജാള്യമുള്ള മുഖം നമുക്ക് കാണേണ്ടി വരികയാണ്. അയാൾ തോറ്റിരിക്കുന്നു എന്നതിന് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ഇസ്രായേലിൽ തന്നെയും അയാൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ഗസയിലുള്ള ആക്രമണം അവസാനിപ്പിക്കരുത്. അയാൾ അതിനു വേണ്ടി മാത്രം ആക്രമണം നടത്തുകയാണ്. ഗസയെ തവിടുപൊടിയാക്കും, ഹമാസിനെ നിലം പരിശാക്കും, അവരെ തുടച്ചു നീക്കും എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ച് അവർക്ക് മേൽ വീണ്ടും വീണ്ടും നിസ്സഹായരായ മനുഷ്യർക്ക് മേൽ ബോംബ് വർഷിക്കുകയാണ്. അതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. എല്ലാ പിശാചുക്കളെയും കാത്തിരിക്കുന്നത് ഏതു തരത്തിലുള്ള അന്ത്യമാണ് എന്നതിന് ഹിറ്റ്ലറുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആ ചരിത്രം മറന്നു പോകരുതാത്തതാണ്. ആ ചരിത്രം തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ആധുനിക ഹിറ്റ്ലറിനെ കാലം കാത്തുവെക്കുന്ന ഏറ്റവും ഉചിതമായ മറുപടി എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.